ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കേസ് പറയുമ്പോൾ അത് ശ്യാമലി പറഞ്ഞതാണ്. ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെ രണ്ട് വിഭാഗമായിട്ട് നിന്നൊരു സമയമുണ്ടല്ലോ. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് നടന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ശോഭാ സുരേന്ദ്രന് വേറെ സംസ്ഥാനത്ത് നേതാക്കളുടെ ഒന്നും പിന്തുണയില്ലാതെ പിടിച്ചു നിന്ന നേതാവാണെന്നുള്ളത്. കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ എന്താണ്, ജനങ്ങളുടെ കോർ കമ്മിറ്റി എനിക്ക് സ്ഥാനമുണ്ട് എന്ന് ഒരു ഇതാണ് നടത്തി. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുമ്പോഴും തന്നെ തടയുന്നതിൻ്റെ കാരണം പറഞ്ഞ് അതിനകത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ബി ജെ പിക്ക് പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത കാലത്ത് ഈ പാർട്ടിയിൽ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ. അതൊരു വാസ്തവമാണ്. കാരണം ഈ പാർട്ടി ഒരു കാലത്തും ഇവിടെ ഇങ്ങനെ പച്ച പിടിച്ച് വരുമെന്നൊന്നും പ്രതീക്ഷയില്ലാത്ത കാലത്ത് ബി ജെ പിയുടെ മുഴുവൻ സമയ പ്രവർത്തകയായി ഇറങ്ങുന്നു. മഹിളാ നമ്മുടെ എന്തായാലും പറയാ, അവരുടെ വനിതാ വിഭാഗത്തിന്റെ പേര് അതെ അതെ അങ്ങനെ RSSന്റെ എല്ലാ തരത്തിലുമുള്ള സംഘടനാ സംവിധാനത്തിൽ കൂടെ കടന്നു വന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെ അതിൻ്റെ മഹിളാ വിഭാഗത്തിൽ അവർ സംസ്ഥാന നേതാവായിരുന്ന സമയത്ത് എല്ലാ ജില്ലയിലും കമ്മിറ്റി ഉണ്ടാക്കിയത്. അതായത് ബി ജെ പിയുടെ ആ സമയത്ത് ബി ജെ പിക്ക് പോലും എല്ലായിടത്തും കമ്മിറ്റികളില്ല. പക്ഷേ അവരുടെ വനിതാ വിഭാഗത്തിന് പല ജില്ലകളിലും മിക്ക സ്ഥലങ്ങളിലും കമ്മിറ്റി ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രൻ്റെ കാലത്താണ്. അപ്പോൾ അങ്ങനെ വളർന്ന നേതാവായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു കാലത്ത് വിഭാഗീയതയുടെ എല്ലാ തരത്തിലുമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു എല്ലാ ഘട്ടത്തിലും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വമായിട്ട് ശോഭാ സുരേന്ദ്രനുള്ള ഈ വളരെ അടുത്ത ഈ ഒരു ബന്ധം കാരണമാണ് സംസ്ഥാന നേതാക്കളിൽ അത് ഒരേ സമയം കെ സുരേന്ദ്രനും വി മുരളീധരനും എതിർത്ത് നിന്ന സമയം. നമുക്കറിയാം കഴക്കൂട്ടത്തേക്ക് എങ്ങനെയാണ് വരുന്നത്. കഴക്കൂട്ടം ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നല്ലോ. കഴക്കൂട്ടത്തേക്ക് അത് എൻ്റെ മണ്ഡലമാണ് എന്ന് വി മുരളീധരൻ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പോലും വരുന്നു. പിന്നെ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വി മുരളീധരനായി മാറുന്നു. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിൽ അവർക്ക് വലിയ പിടുത്തമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നല്ല, വിഭാഗീയതയുടെ സമയത്ത് അവർ ഒരു വിഭാഗീയതയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും ശക്തമായി പോരാടിയ നേതാവാണ്.